വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇതേ ഒരു യാത്ര പോവുകയാണ്. ലഗേജാണ് കയ്യിൽ ഭയങ്കര വെയിറ്റാണ്, ഒന്ന് ബാക്കിലുണ്ട്. അപ്പോൾ ലഗേജാണ് ഫുള്ള്. എന്തായാലും പോണ വഴിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ഇക്കാക്ക ഇറങ്ങിയിട്ടുണ്ട്, പോയിട്ടുണ്ട്. അപ്പം നമുക്ക് പറഞ്ഞ് ഇറങ്ങാം പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇതേ നമുക്ക് ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇത്തവണ ബൈക്കിനല്ല കേട്ടോ പോകുന്നത്, ബസ്സിനാണ്. അപ്പം നമ്മൾ കുറച്ച് ദൂരമുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫുഡൊക്കെ നമ്മൾ വാങ്ങി കയ്യിൽ വെക്കാമെന്ന് വിചാരിച്ച്, സാൻഡ്വിച്ച് അങ്ങനെ ഇങ്ങനെ. പിന്നെ കുറച്ചായിട്ട് ഞാൻ നെയ്വട തീറ്റ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നൊരു പൂതി നെയ്വട തിന്നാൻ. അപ്പോൾ അതൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ്. പിന്നെ ഈ കരയണത് എന്തിനാണെന്നറിയോ? ഇക്കാക്കൊന്ന് ബാത്റൂമിൽ പോയതാണ്. ഇക്കാക്കാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതുവരെ നോക്കിയാൽ ഞാൻ വടിയാവും കേട്ടോ. ഇക്കാക്കാനെ തന്നെ വേണം എനിക്ക്, അവൻ്റെ ഒപ്പിച്ചില്ലാണ്ട് അവനക്ക് പറ്റൂല. അപ്പോൾ അതിനുള്ള കരച്ചിലാണ് ഇപ്പം ഈ കാണുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കെ എസ് ആർ ടി സിക്കാണ് നമ്മൾ പോകുന്നത്. കെ എസ് ആർ ടി സി കിട്ടാൻ നമുക്ക് കുറച്ച് നേരം വൈകി, ഒരു അരമണിക്കൂർ 20 മിനിറ്റ് എങ്ങാണ്ട് പിടിച്ച്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ബസ്സൊക്കെ കിട്ടി, ബസ്സിലൊക്കെ കയറി. നമുക്ക് തിന്നാനുള്ള സാധനങ്ങളൊക്കെ കവറിൽ അവിടെ തന്നെ കെട്ടി വെച്ച് കണ്ടാ. നമ്മളെ ബാക്കി ലഗേജൊക്കെ നമ്മൾ മേലെയും കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ ദൂരയാത്ര ഒന്നും ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലാത്തതേ ഉള്ളൂ. ഇക്കാക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടാ. ബസ്സിൽ പോയിട്ടാണെങ്കിലും ട്രെയിനിൽ പോയിട്ടാണെങ്കിലും എനിക്ക് അത്ര തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇക്കാക്ക പറഞ്ഞ് ഇവിടെ കെട്ടി വെച്ചാൽ നമുക്ക് തിന്നണമെന്ന് തോന്നുമ്പോൾ എടുത്ത് തിന്നാലോ, മേലെ നിന്ന് ഇങ്ങനെ ബാഗിൽ നിന്ന് എടുക്കണ്ടല്ലോ പറഞ്ഞ് കെട്ടി വെച്ചതാണ്. പിന്നെ മോനൂസ് ഉറങ്ങി. അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയ പാടന്നെ മോനൂസ് ഉറങ്ങിപ്പോയി. നല്ല ഗൈസ്, ഒരുപാട് ടൈം എടുത്തിട്ടാണ് അവനൊന്ന് കിടന്ന് ഉറങ്ങിയിരിക്കണത്. അവനെപ്പോഴും വായ ഇങ്ങനെ തുറന്ന് വെച്ചിട്ടാണ് കിടന്ന് ഉറങ്ങാറിട്ട്. അപ്പോൾ ഞാൻ അടച്ചു കൊടുക്കായിരുന്നു. എൻ്റെ അടുത്ത് പറയും അടച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പല്ലുന്തി പോരുമെന്ന് പറയും. അങ്ങനെ ദേ ഗൈസ്, നമ്മൾ ഒരുപാട് ദൂരം, ഒരു 5-6 മണിക്കൂർ ദൂരം യാത്ര ചെയ്തിട്ടാണ് ഇപ്പോൾ മോനൂസ് ഉറങ്ങിയത്. അങ്ങനെ ഇതേ നമ്മൾ പൂതി മൂത്ത്. ഞാൻ ഭയങ്കര നെയ്വട പ്രാന്തത്തിയായിരുന്നു കേട്ടോ ഒരു കാലത്ത്. ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിനോട് ഇച്ചിരി എന്തോ ഒരു ഇഷ്ടക്കുറവ്, എന്തോ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഇല്ലായിരുന്നു. ഇപ്പം ഇതേണ്ടടാ വീണ്ടും കടന്നുകൂടിയ ഒരു ചിന്താഗതിയാണ് ഞാൻ നെയ്വട എന്തുകൊണ്ട് മറന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ സ്റ്റാൻഡിൽ എത്തിയ പാട് ഇക്കാകാൻ്റെ അടുത്ത് പറഞ്ഞു, ഇക്കാക എനിക്ക് നെയ്വട വാങ്ങിച്ചു തരണം കേട്ടാന്ന്. അപ്പം നോക്കിയപ്പോൾ ആ നെയ്വട അത്ര ഫ്രഷ് അല്ല കേട്ടോ. ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ നീരിങ്ങനെ ഒലിക്കുമായിരുന്നു, അത്ര ഫ്രഷ് അല്ല. പിന്നെ ഒരു ഫ്രൂട്ടിയും അതാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ട് നെയ്വടല്ല, ഒരു നെയ്വട തിന്നു, കുറച്ച് ഫ്രൂട്ടി കുടിച്ചു. അതൊക്കെ ആയിരുന്നു നമ്മളിങ്ങനെ തട്ടിമുട്ടി തിന്നിരുന്നത് കേട്ടോ. നമ്മൾ വിചാരം എന്താ വെച്ചാൽ ബസ് എവിടെയെങ്കിലും നിർത്തുമോ ഏതാ ഒന്നും നമുക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങളിപ്പോൾ കാണുന്നതില്ലേ, അത് മെട്രോ പോകുന്ന റെയിൽവേ ആണ് കേട്ടോ. ആ മഞ്ഞയും പച്ചയും നീലൊക്കെ അടിച്ച് കാണില്ല അത്. പിന്നെ ഈ കാണുന്ന ഒരു ഫ്ലാറ്റും കാര്യങ്ങളുണ്ടല്ലോ, ഇത് കൊച്ചി എത്തി എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് ഗൈസ്. നമ്മളെ നാട്ടിലൊന്നും ആദ്യമൊന്നും ഇങ്ങനെ എന്താ പറയുക ഫ്ലാറ്റുകളൊന്നും അധികം കാണാറില്ല. അത് കൊച്ചിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മളെ നാട്ടിലും വന്നിട്ടുണ്ട്. ഇപ്പം ആ സണ്ണ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഏകദേശം എത്ര ടൈമായി എന്നുള്ളത്. നമ്മൾ രാവിലെ 10 മണിക്ക് ഇറങ്ങിയത് ആ വീട്ടിൽ നിന്ന് ഗൈസ്. സമയം ഇരുട്ടാവാറായി, നമ്മൾ വീട്ടിലെത്തിയിട്ടില്ല. അപ്പോഴേക്കും മോനൂസ് എണീറ്റിട്ട് മോനൂസ് ഭയങ്കര കരച്ചിലായിരുന്നു. അതുവരെ ബസ് ഭയങ്കര കാലിയായിരുന്നുണ്ടെങ്കിൽ അപ്പം നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ബസ് ഭയങ്കര ഫുള്ളായിരുന്നു. അപ്പോൾ അവനക്ക് കാർട്ടൂണ് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഞങ്ങൾ. കാരണം എന്താ വെച്ചാൽ അവൻ അത്രക്ക് എണീച്ച് പോകണം അവനക്ക് എന്നുള്ള സിറ്റുവേഷനായിരുന്നു. പിന്നെ റിക്കാക്കൊന്ന് ചെറുതായിട്ട് സൈഡായതായിരുന്നു, ഉറക്കം തൂങ്ങി വന്നതായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാണ്ടപ്പോൾ എണീറ്റിട്ടാ. പിന്നെ നമ്മൾ മൊത്തത്തിൽ കുഴഞ്ഞിട്ടുണ്ടായിരുന്നേ യാത്ര ചെയ്തിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ദൂരയാത്ര ചെയ്യുന്ന സമയത്ത് കാണുന്ന ഒരു പ്രത്യേകത ഉള്ളൊരു കാര്യമാണ് ഈ റോഡരികിലൊക്കെ ഈ ചെടികൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അത് ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്ലിപ്പില്ലേ ഗൈസ്, ഇത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു രസം തോന്നിയിട്ട് ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ. പക്ഷെ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാ എൻ്റെ തല ചുറ്റും അമ്മാതിരി സ്പീഡിലാണ് ബസ് പോകുന്നത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഇതൊരു ചർച്ചാണ്, ഈ ചർച്ച അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഈ ചർച്ചിൻ്റെ പല കാര്യങ്ങളും ഇക്കാക്ക എനിക്ക് പറഞ്ഞു തരുന്നത്. എന്താണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നു ഗൈസ്. കാരണം എഡിറ്റ് ചെയ്യുന്നത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണല്ലോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഒരുപാട് ലേറ്റായിരുന്നു. മഗ്‌രിബൊക്കെ കഴിഞ്ഞിരുന്ന് പോയി നമ്മളൊന്ന് ഇച്ചിരി റെസ്റ്റ് എടുത്ത് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ആകുമ്പോഴേക്കൊക്കെ വെറുതെ മോനൂനെയും കൊണ്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ. എല്ലാവരും നമ്മൾ ചീത്ത അറിയായിരുന്നു ബസ്സിന് വന്നതിന്. കാരണം രാവിലെ 10 മണിക്ക് വന്നിട്ട് ഇത്രയും ലേറ്റ് ആയതിന്. കാരണം നമ്മൾ കറങ്ങി തിരിഞ്ഞുള്ള ബസ്സിനാണല്ലോ കയറിയത്, ട്രെയിനിന് വന്നാൽ പോരെയെന്ന് വെച്ചിട്ട് എല്ലാവരും നമ്മൾ ചീത്ത അറിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് നേരം വെളുത്തപ്പോഴേക്കിനും കുഞ്ഞിമ്മാൻ്റെ മോളും പേരക്കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ.
അപ്പോൾ ദേ ഈ കാണുന്ന ബൈക്ക് അവളെ മോൻക്ക് വേണ്ടി വാങ്ങിയതാണ്. ഈ കാണുന്ന ഫോണ്, കണ്ണട, വാച്ചൊക്കെ നല്ലൊരു പെട്ടിയായിട്ട് ബോക്സിൽ ഇങ്ങനെ നല്ല ഒരു രസത്തിലായിരുന്നു കേട്ടോ. അത് ഈ പെട്ടിയിലായിരുന്നു കേട്ടോ. ഞാനത് വീഡിയോ എടുക്കുന്നതിന് മുന്നേടാ അവർ മോനൂസിന് പൊട്ടിക്കണമെന്ന് വാശിടിച്ച് പൊട്ടിച്ചറിഞ്ഞു. പിന്നെ ഈ കാണുന്ന ഒരു ബുക്കില്ലേ, കളറിങ് ബുക്ക്, ഇതിൻ്റെ ഫ്രണ്ട് പേജ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ. ഫസ്റ്റ് പേജ് തുറന്നപ്പോൾ തന്നെ ആ ഇഷ്ടം മൊത്തം ഇല്ലാണ്ടായി എന്ന് പറഞ്ഞ അവസ്ഥയായി. മക്കളെ കളിയല്ലേ, അത്രയേ ഉള്ളൂ അവസ്ഥകൾ. പിന്നെ നമ്മൾ കുറച്ചു നേരം അവിടെ കളിച്ച് വർത്തമാനം പറഞ്ഞിരുന്ന്. എന്ന് വെച്ചാൽ നമ്മളെ പാത്തു, കുഞ്ഞുമാൻ്റെ മോളെ വിളിക്കുക പാത്തു എന്നാണ്. അവളെ പേര് തൻസി എന്നാണ് കേട്ടോ. അവളെ നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, നമ്മളൊരു ചലഞ്ചിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ ആദ്യമായിട്ടാണ് മോനൂസിനെ കാണുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചു നേരം കളിപ്പിച്ച്, പിന്നെ മോനൂസ് എല്ലാവരുടെ അടുത്തേക്കും പോകുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ആരുടെ അടുത്തേക്കും പോകുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ബീഫ് വരട്ടിയതും മീനും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് പിന്നെ ഞാനും പാത്തും മോനൂസും കൂടി പോവുമായിരുന്നു. കാരണം നാളെ നമുക്ക് ഇക്കാക്കാൻ്റെ മറ്റൊരു പെങ്ങളെ കുട്ടീൻ്റെ 90 അപ്പോൾ ആ 90 കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് വന്നിട്ടുള്ളത്. അതിനാണ് നാളത്തെ പരിപാടി കൂടണം എന്നുള്ള രീതിക്കാണ് കേട്ടോ. അപ്പോഴത്തേ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ കറക്റ്റ് മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ തേടി വള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ മാതിരി നമ്മൾ പകുതി വഴിയിലെത്തിയപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ മുറ്റത്ത് നിൽക്കുന്ന ആൾക്കാർ എവിടെയോ കണ്ടു പരിചയം ഉണ്ടല്ലോ തോന്നിയപ്പോൾ നമ്മൾ പോണ വീട്ടിലെ കുഞ്ഞിമായിരുന്നു കേട്ടോ. പിന്നെ അതെ ഏട്ടനും അനിയനും നിൽക്കുന്നതാണ്ട. മാലിക്കുമോന് പോയി തോളിലൊക്കെ കൈയൊക്കെ പിടിച്ച് നിൽക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ തൊലിക്കാണ്ടായിരുന്നു, അതൊക്കെ തൊലിക്കാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തത്. പിന്നെ അതാ പുതുപെണ്ണിന് മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ കേട്ടോ. സോറി, പുതുപെണ്ണല്ല, നാളെ 90 കുളിക്കാൻ പോകുന്ന പെണ്ണിന് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന നമ്മൾ പാത്തുമാണ് പാത്തു. പിന്നെ അവിടെ കുഴിയപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ശാന്താത്ത വരുമ്പോൾ. അപ്പോൾ ആ കുഴിയപ്പം മക്കൾക്കൊക്കെ തിന്നാൻ കൊടുത്തപ്പോൾ മോനൂസ് എന്താ ചെയ്യുന്ന അറിയോ, ഇനി പാത്രത്തിൽ നിന്ന് ആരെങ്കിലും എടുത്തു കൊണ്ടായാലോ എന്ന് വിചാരിച്ച് പാത്രത്തിലുള്ളതൊക്കെ എൻ്റെ കൈക്ക് എടുത്തരുന്നു. വെച്ചാൽ അവിടെ വെച്ചോ, അത് ആരെങ്കിലും കൊണ്ടുപോകുമ്പോൾ ആർക്കും കൊടുക്കുക, ഇതിൻ്റെ കയ്യിൽ തന്നെ തരണം എന്നുള്ള മട്ടിൽ. പിന്നെ അവരവിടെ ഉള്ള എല്ലാവരുടെ അടുത്തും ഭയങ്കര കോപ്പറേറ്റ് ചെയ്യുന്നു കേട്ടോ. എല്ലാവരുടെ അടുത്തും അടിയും പിടിയും. പ്രസവിച്ച് കിടക്കുന്ന കുട്ടിക്ക് വരേനും അവൻ്റെ കയ്യിൽ നിന്ന് ഒരു അടി പൊട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, അവൻ്റെ അടി കിട്ടാത്തവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവരെല്ലാവരായിട്ടും നന്നായിട്ട് സഹകരിച്ച് പോകുന്നുണ്ടായിരുന്നു, എല്ലാവരായിട്ടും കളിക്കുന്നുണ്ട്, നല്ല ആക്റ്റീവായിരുന്നു. പക്ഷേ ആരെടുത്തേക്കും പോകുന്നുണ്ടായില്ല കേട്ടോ. ഒപ്പിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒപ്പിച്ച് പോകുന്നതിന് കരഞ്ഞുകൊണ്ടിരിക്കുക, അതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നമ്മളെ തൽക്കാലം മണവാട്ടിയായിട്ട് ഇരുന്നോട്ടെ. മണവാട്ടിൻ്റെ മൈലാഞ്ചിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഫോട്ടോ എടുക്കുക, ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് കൊടുക്കുക, അങ്ങനെ ചന്തം പറഞ്ഞിരിക്കുക, അതൊക്കെയാണ് പിന്നീടുള്ള പരിപാടി. ഇതാണ് പാത്തുവിൻ്റെ മോനിട്ടാ. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഒരു മന്ത് കഴിഞ്ഞിട്ടാണ് അവനെ പ്രസവിക്കുന്നത്. പിന്നെ നമ്മൾ ചോറ് തിന്നാൻ ഒരുപാട് വിഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. എരുന്ത് പൊരിച്ചത് ഉണ്ടായിരുന്നു, മാങ്ങച്ചാറ്, ഈത്തപ്പഴച്ചാറ്, മീൻ പൊരിച്ചത്, അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ ഉണ്ടായിരുന്നു കേട്ടോ. ശാന്താത്ത നമ്മളെ ഇവിടെ തന്നെയാണ്, നമ്മളെ നാട്ടിലാണ്. ചമ്പ്രവട്ടം നരിപ്പറമ്പിലാണ് ശാന്താത്താന് കല്യാണം വെച്ചിരുന്നത്. അപ്പോൾ ശാന്താത്ത വരുമ്പോൾ കുറച്ച് സ്പെഷ്യലായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കൂട്ടി ഫുഡ് അടിക്കൽ കഴിഞ്ഞ് പിന്നെ കഴിച്ച് നമ്മൾ പോവാൻ നിൽക്കുമ്പോൾ കുഞ്ഞുവാവനെ ഒന്ന് കാണാൻ പോയതായിരുന്നു. ഇതാണ് നമ്മളെ കുഞ്ഞുവാവ, നാളെ 90 കുളിക്കാൻ പോകുന്ന കുഞ്ഞുവാവ ഇതാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കളിച്ചിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരാൻ വേണ്ടി നിന്ന് വഴിയിലെത്തിയപ്പോൾ വേണ്ട ആദ്യട്ടെൻ്റെ ഷൂ ഊരിപ്പോന്നിക്കണേ. അപ്പോൾ ഷൂ കെട്ടി കൊടുക്കുന്ന പണിയിലായിരുന്നു പാത്തൂസ്. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നേ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മോനൂസിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ജലദോഷം ഒക്കെ പിടിച്ചതിൻ്റെ പേരിൽ സൗണ്ട് ഒരു കിതപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇനിയും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരുപാട് ഡിലേ ആയിപ്പോവും. അതുകൊണ്ട് അസുഖങ്ങളൊന്നും മാറാൻ ഞാൻ വെയിറ്റ് ചെയ്തില്ല, വേഗം വീഡിയോ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മളിത് തിരിച്ചു പോകുമ്പോൾ മോനൂസിന് തൊപ്പിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവനക്ക് തീരെ ഇഷ്ടമല്ല, എന്നാലും ഞാൻ ഒപ്പിച്ച് പിടിച്ച്